So in the previous class we stopped here. So you just write this question. The resisting force capital R of a supersonic plane during flight can be considered as dependent upon the length of the aircraft L, velocity V, air viscosity mu, air density rho, and bulk modulus of air K. Express the functional relationship between these variables and the resisting force. The resisting force capital R of a supersonic plane during flight can be considered as a dependent upon the length of the aircraft, velocity, air viscosity, air density, and the bulk modulus of air. Express the functional relationship between these variables and the resisting force. Have you write the question? Question എഴുതിയെടുത്തോ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോന്ന്? സാറേ എത്തുന്ന ആ ഒന്ന് എഴുതും. വായിക്കാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഞാൻ വായിക്കണോ? ഉണ്ട്, കാണുന്നുണ്ട്. ആ. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ ക്വസ്റ്റ്യൻ? ഇത്ര വരെ എഴുതിയാൽ മതി. ഇത്ര വരെ ക്വസ്റ്റ്യൻ ഉള്ളൂ, ബാക്കി സൊല്യൂഷനാണ്. ഇത് ഓക്കെ. ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ്പ്രസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതായത് ഒരു സൂപ്പർസോണിക് പ്ലെയിൻ, ആ സൂപ്പർസോണിക് പ്ലെയിനിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, റെസിസ്റ്റിംഗ് ഫോഴ്സ്. അതായത് പ്ലെയിന് മൂവ് ചെയ്യുന്ന സമയത്ത് എയർ എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് പ്ലെയിനിന്റെ മുകളിൽ കൊടുക്കും. ആ ഫോഴ്സ് ആണ് റെസിസ്റ്റൻസ് ഫോഴ്സ്. ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് ക്യാപിറ്റൽ ആർ ആണ്. ഈ റെസിസ്റ്റൻസ് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എയർക്രാഫ്റ്റിന്റെ ലെങ്ത് സ്മോൾ എൽ, അത് ഈ റെസിസ്റ്റൻസ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെയോ വെലോസിറ്റി,
വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എയറിൻ്റെ വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യും, എയറിൻ്റെ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ എയറിൻ്റെ ബൾക്ക് മോഡുലസ് ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും പാരാമീറ്റേഴ്സ് ഈ റെസിസ്റ്റൻസ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അതിനുശേഷം എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളോട് എന്താ കാണാൻ പറഞ്ഞേ? എക്സ്പ്രസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് വേരിയബിൾസ്. അതായത് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഇക്വേഷൻ കിട്ടണം. ആ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, you have to make a relationship between variables. അപ്പോൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുക? നമ്മൾ ബക്കിംഗ്ഹാംസ് പൈ തിയറം വെച്ചിട്ടാണ് ചെയ്യുക. ബക്കിംഗ്ഹാംസ് പൈ തിയറം ഇത് വെച്ചിട്ട് വേണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ ആദ്യം നോക്കൂ, റെസിസ്റ്റൻസ് ഫോഴ്സ് ആർ ഡിപ്പെൻസ് ഓൺ. ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എയർക്രാഫ്റ്റിന്റെ ലെങ്ത് എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എയറിന്റെ വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എയറിന്റെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബൾക്ക് മോഡുലസ് ഓഫ് എയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ റെസിസ്റ്റിംഗ് ഫോഴ്സും ഈ ലെങ്ത്, വെലോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി, ഡെൻസിറ്റി, ബൾക്ക് മോഡുലസ് ഇവയൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ആണ്. അത് മനസ്സിലായോ? ആ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്ന്? അപ്പോൾ ആദ്യം നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും എഴുതി. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ സ്വാധീനിക്കും. അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ എഴുതുന്നു. അതായത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ആർ ഈസ് എ ഫങ്ഷൻ ഓഫ് ഓൾ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. സോ ആർ ഈസ് എ ഫങ്ഷൻ ഓഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. length of the aircraft, velocity of flow, dynamic viscosity of air, density of air, and bulk modulus. This is the first step. അങ്ങനെ എഴുതുന്നതിന് പ്രശ്നമില്ലല്ലോ, ഉണ്ടോ? കെ ഇൻഡിപെൻഡന്റ് വേരിയബിളാ? കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതെങ്ങനെയാ കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെന്ന് മനസ്സിലായേ? കാരണം ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞ സെന്റൻസ് വായിച്ചു നോക്കൂ. റെസിസ്റ്റൻസ് ഫോഴ്സ് ആർ ഓഫ് എ സൂപ്പർസോണിക് പ്ലെയിൻ ഡ്യൂറിങ് ഫ്ലൈറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡിപ്പെൻഡന്റ്. അതായത് ഇതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അപ്പോൺ ലെങ്ത് ഓഫ് ദ എയർക്രാഫ്റ്റ്, വെലോസിറ്റി, എയർ വിസ്കോസിറ്റി, എയർ ഡെൻസിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് എയർ. ഈ പറഞ്ഞ സെന്റൻസിനെ മാത്തമാറ്റിക്കലായിട്ട് എഴുതിയേക്കുന്നതാണ് ഇത്. ആർ ഈസ് എ ഫങ്ഷൻ ഓഫ് ലെങ്ത്, വെലോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി, ഡെൻസിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്. ക്ലിയർ? പക്ഷേ ക്വസ്റ്റ്യനിൽ കേക്കും ഡിപ്പെൻഡ് ആണല്ലേ? ബൾക്ക് മോഡുലസിനും ഡിപ്പെൻഡ് ആണല്ലേ തന്നെ? അങ്ങനെയല്ല, റെസിസ്റ്റൻസ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദീസ് വേരിയബിൾ. എന്തായാലും പറഞ്ഞിട്ടുള്ളത് റെസിസ്റ്റിംഗ് ഫോഴ്സ് ആർ ഓഫ് എ സൂപ്പർസോണിക് പ്ലെയിൻ ഡ്യൂറിംഗ് ഫ്ലൈറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ഏതൊക്കെ? ലെങ്ത്, വെലോസിറ്റി, എയർ വിസ്കോസിറ്റി, എയർ ഡെൻസിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് എയർ. ഓക്കെ, that means this resistance force depends upon length, resistance force depends upon velocity, resistance force depends upon viscosity, resistance force depends upon density, resistance force depends upon bulk modulus, which means resistance force is the dependent variable and all the remaining things are the independent variables.
ഓ അങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. Okay. So I have mathematically write it as R depends on, or R is a function of length, velocity, dynamic viscosity, density, and bulk modulus. And I am rewriting it in equation 2 as these all, that is function of R, L, V, mu, rho, K equal to 0. Okay, then ingane maati ezhuduva. That means function of R, L, V, mu, rho, K. അതായത് എല്ലാ വേരിയബിൾസിനെയും ഒറ്റ ഇതാക്കി എഴുതി, and that is equal to 0. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട്, അതിന്റെ നമ്പർ അതെടുക്കണം. എത്ര ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ഉണ്ട്, അതിന്റെ നമ്പർ. എത്ര ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഡയമെൻഷൻസിന്റെ ടോട്ടൽ നമ്പർ അല്ല, മാക്സിമം എത്ര ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് വരുന്നുണ്ട്, അതാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയുണ്ട്? R ഒരു വേരിയബിൾ ആണ്, ലെങ്ത് ഒരു വേരിയബിൾ ആണ്, വെലോസിറ്റി ഒരു വേരിയബിൾ ആണ്, ഡൈനാമിക് വിസ്കോസിറ്റി വേരിയബിൾ ആണ്, ഡെൻസിറ്റി വേരിയബിൾ ആണ്, ബൾക്ക് മോഡുലസ് വേരിയബിൾ ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആർ 6. ക്ലിയർ? 5 ഡിപ്പെൻഡന്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും, ടോട്ടൽ 6 വേരിയബിൾ. ഓക്കെ. നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് the dimensional formula of all these 6 variables. ആദ്യം നമ്മൾ ഫംഗ്ഷൻ ആണെന്ന് എഴുതി, ഇനി അതിനെ തന്നെ റീറൈറ്റ് ചെയ്തു. പിന്നീട് ടോട്ടൽ എത്ര വേരിയബിൾസ് ഉണ്ട് അതിന്റെ നമ്പർ എടുത്തു. ഇത്രയാണ് ഇതുവരെ ചെയ്തത്. ഇനി ചെയ്യേണ്ടത്, നമ്മുടെ അകത്ത് 6 വേരിയബിൾസ് ആണുള്ളത്. ഈ 6 വേരിയബിൾസിന്റെയും ഡയമെൻഷണൽ ഫോർമുല എഴുതുക. ഒന്നാമത്തെ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ R, ദാറ്റ് ഈസ് ഫോൾസ്. R എന്ന് പറയുന്നത് ഫോൾസ് ആണ്, റെസിസ്റ്റിംഗ് ഫോൾസ്. ഫോൾസിന്റെ ഡയമെൻഷൻ mL(T)⁻² ആണ്. അത് ഞാൻ ഇവിടെ എഴുതി, mL(T)⁻². Then second variable is length, that is length of the aircraft. So it will be L dimension. The next variable is velocity. Dimensional formula Lt(−1). Next, dimension of dynamic viscosity. Dynamic viscosity is mL(−1), T(−1). അത് അറിയില്ലെങ്കിൽ എങ്ങനെയാ എഴുതുക? യൂണിറ്റ് നോക്കുക. ന്യൂവിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ mL(T)⁻², സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ L സ്ക്വയർ. അപ്പൊ എന്ത് വരും? mL(−1), T(−1). ഓക്കെ. അടുത്തത് ഡയമെൻഷൻ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ mL(−3). അതും എഴുതി. സിമിലർലി ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? A is dP/dV/V. That is dP എന്ന് വരും. dP അതായത് മറ്റത് വിയും dV ആണ്, രണ്ടും വോളിയമാണ്. ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോകും. പ്രഷറിന്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കിയാൽ മതി, അത് തന്നെയായിരിക്കും K യുടെ ഡയമെൻഷൻ. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ L സ്ക്വയർ. So it will become mL(−1), T(−2). Clear? Yes sir. ഇത്രയും പറഞ്ഞതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പിന്നെ അടുത്ത ക്ലാസ് ചോദിക്കുമ്പോൾ സാർ അറിയില്ല എന്ന് പറയാറ്. ഓക്കെ. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഫംഗ്ഷനെ എഴുതി, അതിനുശേഷം ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓൾ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് എഴുതി. പിന്നെ ഫംഗ്ഷൻ ഓഫ് ഓൾ ദ വേരിയബിൾസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അതിനുശേഷം ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എത്ര വരുന്നു എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. അത് 6 വേരിയബിൾസ് ഉണ്ട്. പിന്നെ ഈ 6 വേരിയബിൾസിന്റെയും ഡയമെൻഷൻസ് എഴുതി.
അടുത്തത് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് എത്രയുണ്ടെന്ന് നോക്കുക. ഇവിടെ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് 3 ആണ്. എന്തുകൊണ്ടാ 3 വന്നേ? MLT. പക്ഷെ ഇവിടെ L അല്ലേ ഉള്ളൂ, ഇവിടെ LT ഉള്ളൂ. എല്ലാത്തിന്റെ കൺസിഡർ ചെയ്യുമ്പോ MOL-ഉം TU ഇല്ലേ, അങ്ങനെയല്ലേ? അതെ അതെ. അതായത് ഇതിൻ്റെ അകത്തുള്ള മാക്സിമം നോക്കുക. ഇവിടെ 3 ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ഉണ്ട്. ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ മാക്സിമം വരുന്നത് 3 ആണ്. അപ്പോൾ ഹോൾ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് 3 ആണ് വരിക. ഓക്കെ. ഇനി ചിലപ്പം ടെമ്പറേച്ചറും വരുന്ന ഏതെങ്കിലും ഡയമെൻഷൻ ഉണ്ടെന്ന് കരുതുക. സം MLT⁻². ടെമ്പറേച്ചർ ആണെങ്കിൽ തീറ്റ ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് 4 ആയിരിക്കും. ഓക്കെ. ഫണ്ടമെന്റൽ ഡയമെൻഷൻസിന്റെ നമ്പർ എങ്ങനെയാണ് എടുത്തതെന്ന് ക്ലിയർ ആണോ? ഇതൊക്കെ എടുക്കുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണിത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് എങ്ങനെയാ 3 വന്നത് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായിനോ? ഓക്കെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് 6 ആണ്, ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് 3 ആണ്. ഇനി നമ്മൾ അടുത്തത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് യൂണിറ്റ്സ്. അതിന് നമ്മൾ പൈ ടേംസ് എന്നാണ് പേര് പറയുക. ഈ പൈ ടേംസിന്റെ എണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, നമ്പർ ഓഫ് പൈ ടേംസ്. നമ്പർ ഓഫ് പൈ ടേംസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുലയുണ്ട്, ദാറ്റ് ഈസ് n-m. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ്, m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ്. ഇവിടെ 6 വേരിയബിൾസ് ആണ് ടോട്ടൽ ഉള്ളത്. നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 3 ആണ്. സോ 6 - 3 3. സോ യു ഗെറ്റ് നമ്പർ ഓഫ് പൈ ടേംസ് as 3. നമ്പർ ഓഫ് പൈ ടേംസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് 3 പൈ ടേംസ് ഉണ്ടാവുക, π1, π2, π3. അതാണ് അടുത്ത ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് പൈ ടേംസ്. നമ്പർ ഓഫ് പൈ ടേംസ് will be n-m. n is 6, m is 3. So 6 - 3 3. So after finding out number of pi terms, you can write as function of π1, π2, π3 is equal to 0. ഇവിടെ 3 പൈ ടേംസ് വന്നതുകൊണ്ടാണ് π1, π2, π3 എന്നെടുത്തത്. ഇനി നമ്പർ ഓഫ് പൈ ടേംസ് 2 ആണ് വരുന്നത് എങ്കിൽ ഫംഗ്ഷൻ ഓഫ് π1, π2 ഈക്വൽ ടു 0 എന്ന് വരും. 4 പൈ ടേംസ് വന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓഫ് π1, π2, π3, π4 ദിസ് വിൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ 3 പൈ ടേംസ് ആണ് നമുക്ക് കിട്ടിയത്. 6 - 3 3 ആയതുകൊണ്ട്. സോ ഫംഗ്ഷൻ ഓഫ് π1, π2, π3 ഈക്വൽ ടു 0. ക്ലിയർ? ഈ പൈ ടേംസ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ലെസ് ടേംസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡയമെൻഷൻ ലെസ് ടേം. ഡയമെൻഷൻ ലെസ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓരോ പൈ ടേമിന്റെയും ഡയമെൻഷൻ എന്ന് പറയുന്നത് m⁻⁴, l⁻⁴, t⁻⁴ എന്നായിരിക്കും. ഓരോ പൈ ടേമിന്റെയും ഡയമെൻഷൻ m⁻⁴, l⁻⁴, t⁻⁴. കാരണം ഇത് ഡയമെൻഷൻ ലെസ് ആണ്. അതൊന്ന് മനസ്സിൽ വെച്ചോ, 2 സ്റ്റെപ്പ് കഴിഞ്ഞ് ആവശ്യം വരും. ഇനി അപ്പൊ 3 പൈ ടേം ഉണ്ടെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് π1, π2, π3. ഇനി ഈ ഓരോ പൈ ടേംസിൻ്റെ അകത്തുള്ള വേരിയബിൾസ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത്, ഈച്ച് പൈ ടേം കണ്ടെയ്ൻസ് m+1 വേരിയബിൾ. ഓരോ പൈ ടേമിൻ്റെ അകത്തും m+1 വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പൈ ടേംസിൻ്റെ അകത്തും എത്ര വേരിയബിൾസ് വരും? 4 വേരിയബിൾസ് വരും. നമുക്ക് ഇവിടെ ഫണ്ടമെന്റൽ ഡയമെൻഷൻ ആണ് m എന്ന് പറയുന്നത്. ഓരോ പൈ ടേംസിന്, അത് π1 എന്ന് പറയുന്നതിൻ്റെ അകത്ത് π1 ഈക്വൽ ടു 1 വേരിയബിൾ, 2 വേരിയബിൾ, 3 വേരിയബിൾ, 4 വേരിയബിൾ. π2 അതിൻ്റെ അകത്ത് 1, 2, 3, 4. π3 അതിൻ്റെ അകത്തും 1, 2, 3, 4 എണ്ണം ഉണ്ടാവും. ഓക്കെ.
ഇനി ഈ പൈ ടേംസിൻ്റെ അകത്ത് നമ്മൾ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് കുറച്ച് വേരിയബിൾസിനെ സെലക്ട് ചെയ്യണം. റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട്, അതായത് പൈ ടേമിൻ്റെ അകത്ത് ഓരോ പൈ ടേമിൻ്റെ അകത്ത് 4 വേരിയബിൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓരോ പൈ ടേമിൻ്റെ അകത്തും 4 വേരിയബിൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇനി ഈ 4 വേരിയബിളിൻ്റെ അകത്ത് 3 വേരിയബിൾ റിപ്പീറ്റിംഗ് വേരിയബിൾ ആയിട്ട് സെലക്ട് ചെയ്യണം. 3 വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വേരിയബിൾ റിപ്പീറ്റിംഗ് വേരിയബിൾ ആവണം എന്നുള്ളത് ഫണ്ടമെന്റൽ ഡയമെൻഷൻസിന്റെ എണ്ണത്തിനെയാണ് ആശ്രയിച്ചിരിക്കുക. അതായത് മൊത്തം പൈ ടേംസിന്റെ അകത്ത് m+1 ടേംസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് m ടേംസ് റിപ്പീറ്റിംഗ് വേരിയബിളും പിന്നെ 1 റിപ്പീറ്റിംഗ് അല്ലാത്ത വേരിയബിളും ആയിരിക്കും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ, അതായത് 3 പൈ ടേംസ് ഉണ്ടാവുന്നുള്ള കാര്യം വരെ മനസ്സിലായോ? ആ, ഈ ഓരോ പൈ ടേംസ്, ഈ 3 പൈ ടേംസ് ആണ് ഞാൻ π1, π2, π3 എന്ന് എഴുതിയേക്കുന്നത്. ഈ ഓരോ പൈ ടേംസിൻ്റെ അകത്തും m+1 വേരിയബിൾസ് ഉണ്ടാകും. അതായത് π1 എന്ന് പറയുന്നത് 4 വേരിയബിൾസിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. π2 എന്ന് പറയുന്നത് 4 വേരിയബിൾസിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. π3 എന്ന് പറയുന്നതും 4 വേരിയബിൾസിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, π1, π2, π3 എന്ന് പറയുന്ന 4 വേരിയബിൾസിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് ശരിക്കും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 6 വേരിയബിൾസ് ഉണ്ടല്ലോ ടോട്ടൽ, അതിൻ്റെ അകത്ത് 4 എണ്ണം കൊടുത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ 4 വേരിയബിൾസിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഈ 4 വേരിയബിൾസിന്റെ അകത്ത് നമ്മൾ ആദ്യത്തെ m നമ്പർ ഓഫ് വേരിയബിൾസ്, m എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ആയതുകൊണ്ട് 3 നമ്പർ ഓഫ് വേരിയബിൾസ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് സെലക്ട് ചെയ്യണം. ഇനി ഈ റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് റിപ്പീറ്റിംഗ് വേരിയബിൾസിന്റെ ഫസ്റ്റത്തെ വേരിയബിൾ ഒരു ജോമെട്രിക് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്നതായിരിക്കണം. രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഫ്ലോ പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്നതായിരിക്കണം. മൂന്നാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്നതായിരിക്കണം. ഓരോ പൈ ടേമിൻ്റെ അകത്ത് 4 വേരിയബിൾ ഉണ്ടെന്ന് ഈ കേസ് പറഞ്ഞു. അതിനകത്ത് 3 വേരിയബിൾ റിപ്പീറ്റിംഗ് വേരിയബിൾ. റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, π1ന്റെ അകത്തും അതേ വേരിയബിൾ വരും, π2ന്റെ അകത്തും അതേ വേരിയബിൾ വരും, π3ന്റെ അകത്തും അതേ വേരിയബിൾ വരും. പക്ഷെ ഇത് സെലക്ട് ചെയ്യുന്നതിന്റെ ഓർഡർ ഉണ്ട്. ഫസ്റ്റത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ജിയോമെട്രിക് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ആയിരിക്കണം. രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഫ്ലോ പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ആയിരിക്കണം. മൂന്നാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ആയിരിക്കണം. ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലാണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ വേരിയബിൾസ് ഇതാണ്: ലെങ്ത്, വെലോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി, ഡെൻസിറ്റി, ബൾക്ക് മോഡുലസ്. ഇതിന്റെ അകത്ത് ജോമെട്രിക് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്ന ഏത് വേരിയബിളാണ് ഉള്ളത്? ലെങ്ത് ജോമെട്രിക് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ആണ്. വെരി ഗുഡ്. ഇനി ഫ്ലോയെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ഏതാ ഉള്ളത്? ഫ്ലോയെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ആണ് വെലോസിറ്റി. എന്താ? ഓക്കെ, ഫ്ലോയെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ആണ് വെലോസിറ്റി. ഇനി ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതാണ് ഡൈനാമിക് വിസ്കോസിറ്റി, ഡെൻസിറ്റി. ഇത് രണ്ടും ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഫിസിക്കൽ സെനാരിയോ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർസോണിക് ഫ്ലോ ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ആണ്. അപ്പോൾ അത്തരം കേസിൽ നിങ്ങൾ ഡെൻസിറ്റി എടുക്കുക ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിട്ട്. ഇനി അതല്ലാതെ വിസ്കസ് ഫ്ലോയുടെ കേസ് ആണെങ്കിൽ മ്യൂ എടുക്കുക. അപ്പോൾ നമ്മുടെ റിപ്പീറ്റിംഗ് വേരിയബിൾസ് വരിക ലെങ്ത്, വെലോസിറ്റി, ഡെൻസിറ്റി. ഓക്കെ, മനസ്സിലായോ? ഇവിടെ പറഞ്ഞ കാര്യം മനസ്സിലായിനോ? അപ്പോൾ
നമ്മളെ 3 പൈ ടേംസ് വന്നു, π1, π2, π3. ഈ ഓരോന്നിൻ്റെ അകത്ത് ഇതാ റിപ്പീറ്റഡ് വേരിയബിൾസ് ആയിട്ട് ലെങ്ത് കൊടുത്തു, വെലോസിറ്റി കൊടുത്തു, ഡെൻസിറ്റി കൊടുത്തു. രണ്ടാമത്തേൻ്റെ അകത്തും റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ π1ലും π2ലും π3ലും അത് ആവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അതിൻ്റെ അകത്ത് ലെങ്ത് വന്നു, വെലോസിറ്റി വന്നു, ഡെൻസിറ്റി വന്നു, ലെങ്ത് വന്നു, വെലോസിറ്റി വന്നു, ഡെൻസിറ്റി വന്നു. ഓക്കെ, അപ്പൊ ഈ ലെങ്ത്തും വെലോസിറ്റിയും ഡെൻസിറ്റിയും കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 6 വേരിയബിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. R ഉണ്ട്, മ്യൂ ഉണ്ട്, കെ ഉണ്ട്. അത് ഓരോന്നിൻ്റെ അകത്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R, മ്യൂ, കെ. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അവിടെ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോന്ന്? ഓരോ പൈ ടേമിൻ്റെ അകത്ത് 4 ടേം ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഇതാ 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ 3 ടേംസ് റിപ്പീറ്റിംഗ് വേരിയബിൾ ആണ്. റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് പറയാൻ കാരണം π1ലും ഉണ്ട്, π2ലും ഉണ്ട്, π3 ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തത് ജിയോമെട്രിക് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ആയിരിക്കണം, അതുകൊണ്ട് ലെങ്ത് വന്നു. രണ്ടാമത്തത് ഫ്ലോ പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്നതായിരിക്കണം, അതുകൊണ്ട് വെലോസിറ്റി വന്നു. മൂന്നാമത്തത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്നതായിരിക്കണം, ഡെൻസിറ്റി വന്നു. അത് എല്ലാത്തിലും കൊടുത്ത് പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള വേരിയബിൾസ് R, മ്യൂ, കെ അതും എഴുതി. ഇത്രയും ചെയ്ത കാര്യം ക്ലിയർ ആണോ? അതോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നെറ്റ് കട്ടായോ? ഇത് ഇതുവരെ എഴുതിയ ക്ലിയർ ആണോ? ഞാൻ ചോദിച്ചേ. അതിനുശേഷം ഈ ഓരോ റിപ്പീറ്റിംഗ് വേരിയബിൾസിനും നമ്മൾ പവർ കൊടുത്തു. അത് എല്ലിന്റെ പവർ ആയിട്ട് A1 കൊടുത്തു, വെലോസിറ്റിയുടെ B1, ഡെൻസിറ്റിയുടെ C1. എല്ലിന്റെ പവർ A2, വെലോസിറ്റിയുടെ B2, ഡെൻസിറ്റിയുടെ C2. എല്ലിന്റെ പവർ A3, വെലോസിറ്റിയുടെ B3, ഡെൻസിറ്റിയുടെ C3. ഇത്രയും പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അത് പവർ കൊടുക്കുക. L raised to A1, V raised to B1, rho raised to C1. Similarly, L raised to A2, V raised to B2, rho raised to C2. L raised to A3, V raised to B3, rho raised to C3. Okay, clear? ക്ലിയർ ആണോ? അതിനുശേഷം ചെയ്യേണ്ടത് ഈ പൈ ടേം ഡയമെൻഷൻ ലെസ് ടേം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പൈ ടേമിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ M raised to 0, L raised to 0, T raised to 0 എന്നായിരിക്കും. ഇനി അതിന് ഇവിടെയുള്ള ഓരോ ഡയമെൻഷനും കറസ്പോണ്ടിങ് ഡയമെൻഷണൽ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ പവർ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഒന്നാമത്തെ പൈ ടേമിന്റെ എടുക്കുന്നതാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പൈ ടേം. അതിന്റെ എടുക്കുന്നതാണെങ്കിൽ π1ന്റെ ഡയമെൻഷൻ M raised to 0, L raised to 0, T raised to 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത്തിന്റെ ഡയമെൻഷൻ L തന്നെ. അപ്പൊ L raised to A1. V വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT raised to -1. പവർ B1 ഉണ്ട്. അപ്പൊ എന്ത് വരും? ഹോൾ raised to B1 ഇൻറ്റു മൂന്നാമത്തെ ടേം ഡെൻസിറ്റി. ഡെൻസിറ്റിയുടേത് ML raised to -3, ഹോൾ raised to C1. നാലാമത്തെ R എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫോൾസ് ആണ്. ഫോൾസ് MLT raised to -2. ഇത്രയും എഴുതുക. അതായത് ഓരോ ടേമിനും അതിന്റെ കറസ്പോണ്ടിങ് ഡയമെൻഷൻ കൊടുത്തു, എന്നിട്ട് പവറും കൊടുത്തു. ക്ലിയർ ആണോ? അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഓരോന്നിന്റെയും പവറിനെ ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇവിടെ π1 ടേം ആണിത്. π1 ടേമിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ M raised to 0, L raised to 0, T raised to 0. അപ്പൊ ഇവിടെ M വരുന്ന ടേംസ് ഏതൊക്കെയാ? ദിസ് ഇസ് ML raised to -3. അപ്പൊ ഇതിന്റെ പവർ എന്ത് വരും? C1.
then here 1. That means net power in the right hand side of term m will be c plus 1, means c1 plus 1. അല്ലേ? ആണോ? പറയണം. എടാ പൈ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻലെസ് ടേം ആണ്. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ m റൈസ് ടു 0, l റൈസ് ടു 0, t റൈസ് ടു 0 ആയിരിക്കുമല്ലോ. ആയിരിക്കുമോ? ആ, ഇനി ഞാൻ ഈ ഒന്നാമത്തെ പൈ 1 ടേം എന്ന് പറയുന്നത് l റൈസ് ടു a1. ഓക്കെ, അപ്പോൾ എല്ലിന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ L ആണ്, റൈസ് ടു a1 കൊടുത്തു. രണ്ടാമത് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് lt റൈസ് ടു -1 ഹോൾ റൈസ് ടു b1. ഇനി മൂന്നാമത്തെ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ എന്താ? ml റൈസ് ടു -3 ഹോൾ റൈസ് ടു c1. ദെൻ ഫോഴ്സ് mlt റൈസ് ടു -2. ഇനി എന്ത് ചെയ്യുക? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എമ്മിന്റെ ഡയമെൻഷൻ എത്രയാ വരുന്നത്? എത്രയാ വരുന്നേ? 0. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ എമ്മിന്റെ നെറ്റ് ഡയമെൻഷൻ എത്രയാ വരുന്നേ? 1. ഇതെന്താകും? m റൈസ് ടു c1. ഈ രണ്ട് ടേമിന്റെ അകത്തല്ലേ m ഉള്ളൂ. ഈ ടേമിലും മാത്രമേ m ഉള്ളൂ. അപ്പൊ ഇതെന്താവും? ml റൈസ് ടു -3 ഹോൾ റൈസ് ടു c1 ആണ്. m റൈസ് ടു c1 l റൈസ് ടു -3 c1 ഇൻറ്റു m l t റൈസ് ടു -2. അപ്പൊ ഇവിടെ നെറ്റ് പവർ എടുക്കുമ്പോൾ എന്താ വരിക? അതായത് ഇവിടെ എന്താ? m റൈസ് ടു c1 പ്ലസ് 1. മനസ്സിലായില്ല? c1 എന്തായിരുന്നു? I1 is L raised to A1, V raised to B1, rho raised to C1 into R. Pi1 is L raised to A1, V raised to B1, rho raised to C1 into R. ഇതല്ലേ? ഈ എഴുതിയൊക്കെ മനസ്സിലായിട്ടില്ലേ? ഇതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ ഈ എഴുതിയ സാധനം മനസ്സിലായിനാ? അതായത് ഈ സാധനത്തിൽ തന്നെ ഞാൻ ഇവിടെ മാറ്റി എഴുതാണ്. pi1 is equal to L raised to A1, V raised to B1, rho raised to C1 into R. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഓരോന്നിനും ഡയമെൻഷൻ കൊടുക്കുന്നു. ഇവിടുത്തെ ഡയമെൻഷൻ എന്താ? ലെങ്ത് ആണ്, L. ഇതെന്താ? L raised to A1. ഇവിടെ വെലോസിറ്റി ആണ്, LT raised to -1 ഹോൾ raised to B1. ഡെൻസിറ്റി ml raised to -3 ഹോൾ raised to C1. എന്താ? ഫോഴ്സ് ആണ്, mlt raised to -2. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? L raised to A1. ഇനി ഇതെന്താ? പവർ കൊടുക്കുമ്പോൾ ഇതെന്താവും? L raised to B1, T raised to -B1 എന്ന് വരും, അല്ലേ? ആണോ? ഓക്കെ, ഇനി ഇവിടെ എന്ത് വരും? m raised to C1, L raised to -3 C1. ഇവിടെ m, l, t raised to -2. ഇനി ഇതെന്താ? ഇവിടെ ഒരു m ഉണ്ട്, m raised to C1 into m. അതെന്താവും? m raised to C1 plus 1 ആവുമോ? അതേപോലെ ലെങ്ത് L raised to A1 into L raised to B1 into L raised to 1 into L raised to -3 C1. അപ്പോൾ L raised to A1 plus B1 plus 1 minus 3 C1. കറക്റ്റ് അല്ലേ? തെറ്റിപ്പോയി എഴുതിയപ്പോ. A1 ഓക്കെ, ഇനി T. ഇപ്പൊ T raised to -B1 ഉണ്ട്, T raised to -2 ഉണ്ട്. അപ്പൊ എന്ത് വരും? T raised to -B1 -2. ഇങ്ങനെയല്ലേ വരുക? ആണോ? ഇനി ഇതെന്താ? LHS എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ടേം ആണ്. പൈ ടേം എന്ന് വെച്ചാൽ ഡയമെൻഷൻലെസ് ആണ്. ദാറ്റ് ഈസ് m raised to 0, L raised to 0, T raised to 0. ഇനി ഇതിന്റെ എമ്മിന്റെ പവർ നോക്ക്, C1 plus 1. അത് ഈക്വൽ ടു ഇവിടെ എമ്മിന്റെ പവർ 0 ആണോ?
അപ്പൊ ഈ സാധനം മൊത്തം 0 ആവണ്ടെങ്കിൽ, അതായത് ഈ ടേം ഇതിന് ഈക്വൽ ആണെന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, C1 പ്ലസ് 1 ഈക്വൽ ടു 0 ആണോ? ആ A1 പ്ലസ് B1 പ്ലസ് 1 മൈനസ് 3C1, അതാണ് എല്ലിന്റെ പവർ. ഇവിടെ എല്ലിന്റെ പവർ എത്രയാ? 0 ഈക്വൽ ടു 0. ഇവിടെ ടിയുടെ പവർ മൈനസ് ബി മൈനസ് 2 മൈനസ് B1 മൈനസ് 2, അത് ഈക്വൽ ടു 0. ഇപ്പൊ ക്ലിയർ ആയോ? ആ ഈ സാധനമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ഒന്ന് C1 പ്ലസ് 1 ഈക്വൽ ടു 0, C1 പ്ലസ് 1 ഈക്വൽ ടു 0. പിന്നെ ഏതാ ഇക്വേഷൻ? A1 പ്ലസ് B1 മൈനസ് 3C1 പ്ലസ് 1 ഈക്വൽ ടു 0. A1 പ്ലസ് B1 പ്ലസ് 1 മൈനസ് 3C1. ഓക്കെ, അത് തന്നെയാണ് A1 പ്ലസ് B1 മൈനസ് 3C1 പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, 1 ഏതായിരുന്നോ? A1 പ്ലസ് B1 മൈനസ് 3C1 പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, ഒരു ഇക്വേഷൻ കൂടി വരും. ദാറ്റ് ഈസ് മൈനസ് B1 മൈനസ് 2 ഈക്വൽ ടു 0. മൈനസ് B1 മൈനസ് 2 ഈക്വൽ ടു 0. ഇങ്ങനെ 3 ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ സാധനമാണ് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതിയേക്കുന്നത്. ഇനി ഈ 3 ഇക്വേഷൻസിൻ്റെ അകത്ത് എ ബി സിയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അതായത് A1 B1 C1 കണ്ടുപിടിക്കാമല്ലോ. 3 ഇക്വേഷൻസ് 3 വേരിയബിൾ. പറ്റുമോ? ഒന്നാമത്തെ നോക്കൂ, C1 പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് C1 ഈസ് മൈനസ് 1 അല്ലേ? ആണോ? ആ അതിന് 2 ഇക്വേഷൻ നോക്ക്. മൈനസ് B1 മൈനസ് 2 ഈ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ B1 ഇപ്പുറത്തേക്ക് എടുക്കുക. B1 ഈക്വൽ ടു മൈനസ് 2. ഇനി C1ഉം B1ഉം വാല്യൂ കിട്ടി, അത് ഇവിടെ കൊടുത്തിട്ട് എയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. A1 പ്ലസ് B1 മൈനസ് 3C1 പ്ലസ് 1 ഈസ് 0. So you can write A1 is equal to minus B1 plus 3C1 minus 1 minus B1 minus B1 minus 2 ആണ്. അപ്പോൾ മൈനസ് B1 2 ആവും. പ്ലസ് 3C1, 3 into minus 1 minus 3 minus 1. So this will become minus 2. A1 B1 C1 വാല്യൂ കിട്ടി. ക്ലിയർ? ക്ലിയർ ആണോ? യെസ് സാർ. ഓക്കെ. ആ, ഇനി ഇത് നമ്മൾ ഒന്നാമത്തെ പൈ ടേം ആണ് എടുത്തത്. ഒന്നാമത്തെ പൈ ടേം എന്താ? L റൈസ് ടു A1 V റൈസ് ടു B1 റോ റൈസ് ടു C1 ഇൻറ്റു R ആണ്. അപ്പൊ അതിനകത്ത് ഓരോന്നിനും വാല്യൂ കൊടുക്കുക. L റൈസ് ടു A1 വാല്യൂ മൈനസ് 2 ആണ്. L റൈസ് ടു മൈനസ് 2. V റൈസ് ടു B1 എന്താ? മൈനസ് 2. V റൈസ് ടു മൈനസ് 2. റോ റൈസ് ടു C1 മൈനസ് 1 ആണ്. മൈനസ് 1 ഇൻറ്റു R. ഇനി ഇതിനെ തന്നെ മാറ്റുന്നു. അതായത് L റൈസ് ടു മൈനസ് 2 എന്നുള്ളതിനെ 1 ബൈ L സ്ക്വയർ എന്ന് എഴുതാം. V റൈസ് ടു മൈനസ് 2നെ 1 ബൈ V സ്ക്വയർ എന്ന് എഴുതാം. റോ റൈസ് ടു മൈനസ് 1നെ 1 ബൈ റോ എന്ന് എഴുതാം. R അങ്ങനെ തന്നെ. സോ ഇറ്റ് വിൽ ബിക്കം R ബൈ L സ്ക്വയർ V സ്ക്വയർ റോ. R ഡിവൈഡഡ് ബൈ റോ L സ്ക്വയർ V സ്ക്വയർ. ഇതാണ് ഒന്നാമത്തെ പൈ ടേം. ഇത് മനസ്സിലായോ? ഇനി ഇതേ പ്രൊസീജിയർ വെച്ചിട്ട് പൈ 2 കണ്ടുപിടിക്കുക. സെക്കൻഡ് പൈ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെയിം പ്രൊസീജിയർ. പൈ ടേമിന്റെ ഡയമെൻഷൻ M റൈസ് ടു 0 L റൈസ് ടു 0 T റൈസ് ടു 0 ആയിരിക്കും. നമ്മൾ എടുത്തേക്കുന്നത് എന്താ? ലെങ്ത്, വെലോസിറ്റി, ഡെൻസിറ്റി. ഇവിടെ മ്യൂ ആണ്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെങ്ത് L റൈസ് ടു A2. രണ്ടാമത്തെ പൈ ടേം ആയതുകൊണ്ട് A2 നിർത്തുക പവർ. LT റൈസ് ടു മൈനസ് 1 ഹോൾ റൈസ് ടു B2. ML റൈസ് ടു മൈനസ് 3 ഹോൾ റൈസ് ടു C2. പിന്നെ വന്നേക്കുന്നത് ഡയനാമിക് വിസ്കോസിറ്റി ആണ്. മ്യൂവിന്റെ ഡയമെൻഷൻ ML റൈസ് ടു മൈനസ് 1. ഓക്കെ, പിന്നെന്താ ചെയ്യണ്ടേ? ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇത് ചെയ്യുക. L റൈസ് ടു A2 ഇവിടെ നോക്കുക. L റൈസ് ടു B2 T റൈസ് ടു മൈനസ് B2. ഇങ്ങനെയാവില്ലേ? L റൈസ് ടു B2 T റൈസ് ടു മൈനസ് B2. ഓരോന്നിനും പവർ കൊടുക്കുന്നു.
ഇവിടെ എന്ത് വരും? മൂന്നാമത്തെ ടേമിൻ്റെ അകത്ത് എം റൈസ് ടു സി ടു എൽ റൈസ് ടു -3c2 then m l raised to -1 t raised to -1. This is equal to പൈ ടേം ആണ്. പൈ ടേം m raised to 0 l raised to 0 t raised to 0. ഇതിൻ്റെ അകത്ത് ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുക. എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുക? ആദ്യം എമ്മിൻ്റെ പവർ നോക്കുക. എമ്മിനെ ഒറ്റ ടേം ആക്കി എഴുതുക. എം എന്ത് വരും? c2 + 1 എന്ന് വരും. ആണോ? നിങ്ങളെന്താ ഒന്നും പറയാത്തേ? നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ?